നമസ്കാരം. ലോകത്തിൽ തന്നെ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. കുട്ടനാടിലെ കൃഷിഭൂമികൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2 മീറ്ററിലധികം താഴെയാണ്. വിസ്തൃതമായ നെൽപ്പാടങ്ങളാണ് കുട്ടനാടിൻ്റെ മറ്റൊരു പ്രത്യേകത. കായലിലെ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള നെൽപ്പാടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ എന്നീ 4 നദികളാണ് കുട്ടനാട്ടിലൂടെ ഒഴുകി വേമ്പനാട് കായലിലേക്ക് എത്തിച്ചേരുന്നത്. റോഡുകളേക്കാൾ കൂടുതൽ ജലപാതകളുള്ള ഒരിടമാണിത്. കൊച്ചുവള്ളങ്ങൾ മുതൽ ഹൗസ് ബോട്ടുകൾ വരെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും കുട്ടനാടിന് മറ്റൊരു സൗന്ദര്യം കൂടിയുണ്ട്. പുളിങ്കുന്ന് സെയിൻറ്റ് മേരീസ് ഫൊറോന പള്ളി. സൗത്ത് ഇന്ത്യ ഒട്ടാകെ പുളിങ്കുന്നിലേക്ക്, കുട്ടനാട്ടിലേക്ക് ആകർഷിക്കുന്ന സെയിൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലേക്കാണ് ചർച്ച് ബ്ലോഗിൻ്റെ ഇന്നത്തെ യാത്ര. പുളിങ്കുന്ന് ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജെയിംസ് കുന്നിലച്ചൻ നമ്മോടൊപ്പം ചേരുന്നു. അച്ഛാ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണിത്. എന്നിരുന്നാലും ഇതിനെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ മാതാവിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട ചില അനുഷ്ഠാനങ്ങളൊക്കെയാണ്. അതേപ്പറ്റി ഒന്ന് അച്ഛൻ സംസാരിക്കാമോ? പുരാതനമായിട്ട് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലെല്ലാം നോമ്പാചരണം ഒരുപക്ഷെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത അതായിരുന്നിരിക്കണം. കാരണം ഇപ്പോൾ പുതുതായിട്ട് 3 നോയമ്പും 8 നോയമ്പും പിന്നെ 15 നോയമ്പും പിന്നെ വലിയ നോയമ്പുകളും എല്ലാം വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയിൽ നടത്തുന്ന ഒരു സംവിധാനമുള്ള സ്ഥലമാണ്. പടിഞ്ഞാറൻ പ്രദേശത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പുരാതനമായ ശൈലികളിൽ നമുക്ക് വിശ്വാസം, നമ്മുടെ ഇവിടുത്തെ ഓളവും വിശ്വാസവും എന്നൊക്കെ പറഞ്ഞ് പഴമക്കാർ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് വലിയ ഭക്തി നിർഭരമായിട്ട് കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതാണ്. ദേവാലയം മാത്രമല്ല, ഭവനങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് എറണാകുളം അതിരൂപതയുടെ ആദ്യത്തെ മെത്രാൻ ഉണ്ടായതും ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും. പഴയപറമ്പിൽ ലൂയിസ് മെത്രാൻ്റെ ഭവനം ഇവിടെയാണ്. ഇപ്പോഴും ആ കുടുംബം ഇവിടെയുണ്ട്. ഇനി അതുപോലെ തന്നെ 2 ഷെവലിയർമാർ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ദേവാലയം അല്ലെങ്കിലും ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട് ഒരു ദേവാലയമായിട്ട് കിടന്ന സമയത്താണ്. ഇനി അതിന് ശേഷമുള്ളത് പുരാതനമായി ഇപ്പോൾ ഇവിടെ ദേവാലയം, അതുപോലെ തന്നെ ആശ്രമം, ഗോവേന്ദ്ര CMI മൊണസ്ട്രി, അതേപോലെ CMC സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ്, അതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ്. വെളുപ്പിന് മുതൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുന്ന പതിവ് അത് നമ്മുടെ പഴയ ദേവാലയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നേരം വെളുക്കുമ്പോഴേ നമ്മുടെ അച്ചായമാരും അച്ഛന്മാരും ഒക്കെ വന്ന് കപ്പിയാരിച്ചം വന്ന് വാതിൽ തുറക്കുന്നതിന് മുൻപ് തന്നെ വന്ന് നിന്ന് ദേവാലയത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ച് നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഇന്നും ഇവിടെ തുടരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മാതാവിൻ്റെ ദിവസങ്ങളൊക്കെ വരുമ്പോൾ വളരെ അതിരറ്റ ഉത്സാഹത്തോടു കൂടിയാണ് ഒരു കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. 3 നോമ്പ് ഈ അടുത്ത കാലത്താണ് നിന്നുപോയത് വീണ്ടും പുനരുദ്ധരിച്ച് വരുന്നത്. കേരളത്തിലിപ്പോൾ കുറവിലങ്ങാടും കടുത്തുരുത്തിയിലും ഒരു പക്ഷേ ഈ പ്രദേശത്ത് പുളിങ്കുന്നിലും മാത്രമേ 3 നോയമ്പുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് 3 നോയമ്പ് വീണ്ടും മുൻപോട്ട് കൊണ്ടുവന്നു. അത് വരും നാളുകളിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാനാണ് ഇവിടുത്തെ പള്ളി യോഗത്തിൻ്റെ തീരുമാനം. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വലിയൊരു കെട്ടുറപ്പ് ഈ പ്രദേശത്തുണ്ട്. കുടുംബങ്ങൾ അതിന് സാക്ഷിയാണ്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു കായലിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഈ പള്ളിയെ സന്ദർശിക്കാനൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ ചിത്രീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് മറ്റ് ദേവാലയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത്?
ഇതിൻ്റെ മുഖവാരമൊക്കെ നിൽക്കുന്നത് ഈ വെള്ളത്തോട് ചേർന്നായതുകൊണ്ട് തന്നെ എല്ലാവരും ജലമാർഗങ്ങളായിരുന്നു പണ്ട് ആശ്രയിച്ചിരുന്നത്. വഴികളൊന്നുമില്ല, വാഹനങ്ങളില്ല, കൊച്ചു വഞ്ചികളിൽ വരെ വീടുകളിൽ നിന്ന്. അന്നൊക്കെ എല്ലാവർക്കും സ്വന്തമായി, ഇന്ന് സ്കൂട്ടർ, കാറ് എന്ന് പറയുന്ന പോലെ കൊച്ചു വഞ്ചി മധ്യ ഇതിലുള്ളത്, അതിനേലും വലുതൊരെണ്ണം, ചുണ്ടൻ വെള്ളം, ചുരുളൻ വെള്ളം. അപ്പം അതിലെല്ലാം ഇവിടെ വന്ന് പള്ളിയിൽ വന്ന് ആദ്യത്തെ കുർബാനയ്ക്ക് വന്നു, ഒരു കൂട്ടർ പോയി, രണ്ടാമത്തെ കുർബാനയ്ക്ക് അടുത്ത വള്ളത്തെ വന്നു. അപ്പോൾ ആ ഒരു ശൈലി ഈ കുട്ടനാടൻ മേഖലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുഖവാരവും ഇപ്പോഴത്തെ അവസ്ഥയും വെച്ചുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ആൾക്കാരങ്ങനെയാണ് വന്നിരുന്നത്. ഏതാനും പേര് ചുരുക്കം ഈ പാടത്തൂടെ നടന്ന് അകത്തോട്ട് കയറി, ഒക്കെ എല്ലാവരും ജലമാർഗ്ഗമാണ് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം വള്ളം കെട്ടിയിട്ടും ബോട്ടും ഒക്കെ ഇട്ടാണ് കുർബാന നടന്നിരുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന നമ്മുടെ ഭംഗി അന്ന് തീർച്ചയായിട്ടും ജനങ്ങൾ വിശ്വാസബന്ധമായിട്ട് വന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്നുണ്ടായതാണ്. ചമ്പക്കുളത്ത് എല്ലാവരും പോയി കുർബാന കണ്ടിരുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ലേറ്റ് ആകുമായിരുന്നു, ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ ചെന്നപ്പോൾ അവിടുത്തെ കുർബാന കഴിഞ്ഞു. അവിടെയുള്ളവരാരോ നിങ്ങൾ ലേറ്റായിട്ടാണ് വന്നെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നീട് ഇവിടെ പള്ളി ഉണ്ടതായിട്ടൊരു ചരിത്രം ഇവിടെ പറയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ കുടുംബങ്ങളും വിശ്വാസവും മാതാവിനോടുള്ള ഭക്തിയും ആദരവും അത് വളരെ എടുത്തു പറയുന്നതാണ്. ഈ 8 നോയമ്പിൻ്റെ സമയത്ത് പുളുകുന്ന പള്ളിയുടെ തിരുനാൾ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഭക്തിയും വിനയവും വിധേയത്വവും പുലർത്താൻ ഇടയാക്കുന്നതാണ്. പുളിങ്കുന്ന് പള്ളിയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ചരിത്രം തന്നെയാണ്. ഏകദേശം 600 വർഷത്തിലധികം ഈ പള്ളിക്ക് അതിൻ്റേതായൊരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തെപ്പറ്റി നമ്മളുമായിട്ട് ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുവാനായിട്ട് ഈ ഇടവകയുടെ ഇടവക അംഗം ടിറ്റോ ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് പറയാനുള്ളത് ചരിത്രത്തെപ്പറ്റി ഈ ഒരു ദേവാലയത്തിൻ്റെ? നമ്മുടെ ഈ കുട്ടനാട്ടിലെ സാഹചര്യം പറഞ്ഞാൽ ഏകദേശം ഒരു 1200 ഭാഗത്താണ് ഈ കുട്ടനാട്ടിലേക്ക് ആളുകൾ വന്ന് താമസിക്കുന്നത്. അപ്പോൾ ചെറിയ തുരുത്തുകളിലൊക്കെ ആളുകൾ വന്ന് താമസിച്ച് അങ്ങനെ ചെറിയ ചെറിയ ഷെഡുകൾ വെച്ച് അങ്ങനെ ആയിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ 1200 കാലഘട്ടത്തിലാണ് ഇവിടെ ക്രിസ്ത്യാനികൾ വന്ന് താമസിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ആദ്യം നിരണത്തൊരു പള്ളി AD 52 തോമാസ്ലിയ സ്ഥാപിച്ച പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് ആദ്യം ആൾക്കാർ പോകുന്നത്. അതിനുശേഷം നമ്മുടെ ചമ്പക്കുളത്ത് ഒരു പള്ളി വന്നു. ആ പള്ളിയിലേക്ക് ഈ ഇടവക അംഗങ്ങളൊക്കെ അവിടെ പോയി വള്ളത്തെ പോയി തുഴഞ്ഞു പോയി രാവിലെ കുർബാന, ഞായറാഴ്ച മാത്രമേ അന്ന് കുർബാനയുള്ളൂ, അവിടെ പോയി കൂടുമായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടുന്ന് ചെന്നപ്പം കാലാവസ്ഥയുടെ ഇതാണോ എന്തോ താമസിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ കുർബാന കഴിഞ്ഞു പോയി. ആളുകൾ പോകുന്ന സമയത്താണ് കുടുംബക്കാരവിടെ ചെല്ലുന്നത്. അപ്പോൾ അവരെ അവിടെ ഉള്ളവർ കളിയാക്കി, നിങ്ങൾ എന്നെ കിടന്നുറങ്ങുമായിരുന്നോ എന്തോ പറഞ്ഞ് കളിയാക്കി അനുസരിച്ച് അവർ തിരിച്ചു പോന്നു കുർബാന കാണാതെ. അപ്പോൾ ആ സമയത്ത് ഇവിടെയൊക്കെ ആ സമയത്ത് ഇവിടുത്തെ രാജാവെന്നൊക്കെ പറയുന്ന രാജാവല്ല, നാടുവാഴികളാണ്. ഈ കോയിക്കൽ ഇവിടെ അടുത്ത ഒരു 1/2 കിലോമീറ്റർ അപ്പുറം ഒരു നാടുവാഴിയുണ്ട്, വടക്കൻകൂർ രാജാവിൻ്റെ. ആ വടക്കൻകൂർ രാജാവിൻ്റെ നാടുവാഴിയാണ് ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഭരണാധികാരി. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ക്രിസ്ത്യാനികൾ അവിടെ ചെന്ന് പറഞ്ഞു, അന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു ആദ്യത്തെ ആൾക്കാരുണ്ട്, അവർ വന്ന് അവിടുത്തെ തരകൻ അവിടെ ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള സൗകര്യം തന്നില്ല, ഞങ്ങൾക്ക് പോകേണ്ട വരും. അപ്പോൾ നാടുവാഴി പറഞ്ഞു അന്ന് വള്ളമൊക്കെ കയറ്റി വെച്ച് പണിയുന്ന ആ വള്ളപ്പര ഇവിടെ ഉണ്ടായിരുന്നു. ആ വള്ളപ്പര പള്ളിയായിട്ട് വെക്കാനായിട്ട് അനുവദിച്ച് ഈ സ്ഥലവും കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു 1425 കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഇവിടെ ഒരു ദേവാലയം. ദേവാലയം എന്ന് പറയുന്നത് ഒരു വള്ളപ്പര അല്ലെ ഓലയൊക്കെ കെട്ടി ഉള്ള ഒരു ചെറിയ സംഭവം. പിറ്റേ ഞായറാഴ്ച മുതൽ ഇവിടെ അന്ന് അച്ഛന്മാർ ഇവിടെയൊക്കെ ഇത് കല്യാണമൊക്കെ കഴിക്കുന്ന അച്ഛന്മാരാണ് അന്ന് പഴയ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് സുറിയാനി ഇത് കഴിഞ്ഞാണ് പോർച്ചുഗീസുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറുന്നത്. പല അച്ഛന്മാർ വന്ന് ഇവിടെ പ്രാർത്ഥന കുർബാനയൊക്കെ ആയി. അങ്ങനെയാണ് ആദ്യത്തെ ഒരു തുടക്കം ഇതിൻ്റെ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1500 നമ്മുടെ ഈ പഴയ ശൈലി മാറി, ഈ കൽദായ രീതി മാറിയിട്ട് എബ്രാഹാം എന്ന് പറഞ്ഞൊരു അവസാനത്തെ കൽദായ മെത്രാനുണ്ട്, അങ്ങേര് കൊണ്ടുവന്ന് ക്രിസ്ത്യാനികൾ ഇവിടെ കൊണ്ടുവന്നാണ് ആദ്യത്തെ പള്ളി പണിയുന്നത്. പള്ളിക്ക് കല്ലിടുന്നത് 1557 ആദ്യമായിട്ടൊരു കല്ലൊക്കെ കെട്ടിയ ഒരു നല്ല ദേവാലയം. അത് തുടങ്ങുന്ന 1557 മാർ അബ്രാഹാം എന്ന് പറഞ്ഞ അവസാനത്തെ കൽദായ മെത്രാനാണ് ഇവിടെ കല്ലിടുന്നത്. അങ്ങ് പള്ളി പണിത് പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാണ് ഈ സംവിധാനം, ഈ ഭരണ സംവിധാനമൊക്കെ മാറി മാർത്താണ്ഡവർമ്മ
ചമ്പശ്ശേരി രാജാവ്, അമ്പലപ്പുഴയിലെ രാജാവാണ് ഈ പ്രദേശത്തിൻ്റെ അധിപനായി. അന്നൊക്കെ കൂടുതൽ ക്രിസ്ത്യാനികൾ ഇവിടെ വന്നു. അപ്പോൾ ഈ കുരിശുപള്ളിയിൽ അങ്ങേയറ്റത്തൊരു പള്ളിയുണ്ട്, തെക്കേ അറ്റത്തൊരു പള്ളിയുണ്ട്. ഇപ്പം അന്ന് ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഈ ആറ്ററമ്പിലുള്ള എല്ലാ പ്രദേശവും ക്രിസ്ത്യാനികൾക്ക് ചമ്പശ്ശേരി രാജാവ് കൊടുത്തു. നിരവധി കുടുംബങ്ങൾ, 10-50 കുടുംബങ്ങളോളം ഇവിടെ വന്ന് താമസിച്ചു. അവരാണ് അതിൻ്റെ ശാഖകളാണ് ഇപ്പോൾ കാണുന്ന ഈ പുളിങ്കുന്നിലുള്ള മുഴുവൻ കുടുംബങ്ങളും. ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പ് 1200 വീട്ടുകാർ ഈ ഇടവകയിലുണ്ടായിരുന്നു. പിന്നെ ഇതിന് ചുറ്റും ഈ ഇതിൽ നിന്ന് മാറിയ പള്ളികളുണ്ട്, കായ്പുറം, കണ്ണാടി, കുന്നൊക്കെ. അതെല്ലാം കൂടെ ഒരു 4000 കുടുംബങ്ങൾ ഈ പള്ളിയുടെ കീഴിൽ ഉള്ള സ്ഥലത്ത് നിലവിലുണ്ടായിരുന്നു. ഇപ്പം കുറേ പേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പള്ളിയുടെ കീഴിൽപ്പെട്ട പഴയ ഇടവക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4000 പേര് ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലെ വിദേശത്തൊക്കെ ആയിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് പിന്നെ ചെമ്പശ്ശേരിയുടെ കാലം കഴിഞ്ഞ് ധാരാളം ക്രിസ്ത്യാനികളായി. ഇവിടെ ഭൂരിപക്ഷ ക്രിസ്ത്യൻ ഒരു ഏരിയയായി. പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണ് പിന്നെ ഒരു 125 വർഷം കഴിയുമ്പം ആണ് ഈ പള്ളി, ഇപ്പോൾ കാണുന്ന പള്ളി പണിതിട്ട് ഒരു 125-130 കൊല്ലം മുമ്പാണ്. ആ പള്ളിക്ക് അന്ന് ചെറിയ പള്ളിയായിരുന്നു, കൂടുതൽ ആളുകളായി. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ വലിയ പള്ളി പണിയാനായിട്ടുള്ള സംവിധാനം ഇടവക്കാരെല്ലാം കൂടെ യോജിച്ച് ഇപ്പോൾ സ്രാമ്പിക്കൽ ജോർജ് അച്ഛനാണ് അന്ന് വികാരിയായിട്ടിരുന്ന് ഇതിൻ്റെ പണികൾ തുടങ്ങിയത്. കുട്ടനാട് എന്ന ഈ പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു പ്രദേശത്ത് സ്ഥാപിച്ചൊരു പള്ളിയാണ് പുളിങ്കുന്ന് ദേവാലയം. പക്ഷേ ഇത്രയും വർഷങ്ങളുടെ പഴക്കം ഈ ഒരു ദേവാലയത്തിനുണ്ടെങ്കിലും ഒരു കോട്ടവും ഒരു വിള്ളലും ഈ ദേവാലയത്തിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും ഒരു അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ ദേവാലയം. ഇതിൻ്റെ നിർമ്മാണമാണ് ഈ ദേവാലയത്തെ ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തത നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. അതേപ്പറ്റി നമ്മളോട് കൂടുതൽ സംസാരിക്കുവാനായിട്ട് ഈ ഇടവകയുടെ മുൻ കൈക്കാരൻ ബാബുച്ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു നിർമ്മാണത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിർമ്മാണം എല്ലാം കൊണ്ടും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു പരിപാടിയാണ്. കാര്യം പണ്ട് ഈ കുട്ടനാട്ടിലെ ഒരു ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അന്നത്തെ പൂർവികർ നമ്മുടെ തേക്കിൻ്റെ കുറ്റികൾ ചെളിയിൽ അടിച്ച് താത്ത്, കൂടാതെ തേക്കിൻ്റെ കുറ്റികൾ വട്ടം ഇട്ടിട്ടുണ്ട്. കൂടാതെ പിന്നെ ചിരട്ട കമത്തി വെക്കും. അത് ഒരു ചിരട്ടയൊന്നുമല്ല, പല കനങ്ങളിൽ ചിരട്ട കമത്തി വെച്ചിട്ടാണ്. അതിൻ്റെ പുറത്താണ് ഈ ഇത് ചെങ്കല്ലാണ് ഈ കംപ്ലീറ്റ് പണികൾ, ചെങ്കല്ല് പണികളാണ്. അന്ന് ആധുനിക സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ല. ക്രെയിനോ ഈ നമ്മുടെ സ്കഫോൾഡിങ്ങോ ഒന്നുമില്ല. എല്ലാം കൈപ്പണിയാലും തേക്കും കഴയും കവുങ്ങും ഒക്കെ കെട്ടിയാണ് ഇത്രയും ബ്രഹ്മാണ്ഡമായി ഈ ദേവാലയം പണിയെടുപ്പിച്ചത്. പിന്നെ ട്രാൻസ്പോർട്ടിങ്ങിന് വന്ന് സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാം മഞ്ചയിലും വള്ളത്തിൽ കൊണ്ടുവന്നാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അന്നൊരു ഗുണം ലേബേഴ്സിന് ഒത്തിരി കിട്ടുമായിരുന്നു, തൊഴിലാളികളെ അങ്ങനെ ഒരു. പിന്നെ ഇതെല്ലാം കുമ്മായക്കെട്ടാണ്, സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. സിമെൻറ്റിൻ്റെ പണിയൊക്കെ ഞങ്ങൾ രണ്ടാമത് റീപ്ലാസ്റ്ററിങ് പാലപ്പഴക്കം വന്നപ്പോൾ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. മറ്റേ ഇതിൻ്റെ കെട്ടുകളെല്ലാം തന്നെ കുമ്മായമാണ്. അപ്പോൾ ആ കുമ്മായം വെറുതെ കെട്ടുകയല്ല, മാസങ്ങൾക്ക് മുമ്പേ കുമ്മായം ഇടിച്ചു കൂട്ടിയിടാൻ കുമ്മായത്തൊട്ടി എന്നൊക്കെ പറഞ്ഞുകൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളത്തിന് പകരം ചേർത്തുകൊണ്ടിരുന്ന വരാൽ പശയാണ്. വരാലിനെ, കുട്ടനാട്ടിലുള്ള വരാലിനെ മുഴുവൻ ഇവിടെ ഈ പള്ളിത്തോട്ടിൽ പല വള്ളങ്ങളിൽ, കെട്ടുവള്ളങ്ങളിൽ വരാലിനെ കൊണ്ടുവരും. എന്നിട്ട് അത് വരാൽ വെള്ളത്തിൽ കിടന്ന് കളിക്കുമ്പോൾ അതിൻ്റെ പശ പോലെ ഉണ്ടാകുന്നു. ആ പശ കോരി ഒഴിച്ചാണ് കുമ്മായം കൂട്ടിയിരുന്നത്. മാസങ്ങൾ മുമ്പേ കുമ്മായം കൂട്ടും. എന്നിട്ട് അതിലാണ് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ പള്ളിയുടെ പുറകുവശത്തിനൊരു ഇതുണ്ട്, ആൾത്താരയുടെ പുറകിലത്തെ ഭിത്തികളെ കവുങ്ങിൻ്റെ വാരി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കവുങ്ങിൻ്റെ വാരി നിർമ്മിച്ചിട്ട് പുറത്തുനിന്ന് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ സാധനം ഉപയോഗിച്ചിട്ടാണ്. ഈ കുമ്മായവും വരാൽ പശ ഉപയോഗിച്ചിട്ടുള്ള പേസ്റ്റ് കൊണ്ടാണ് തേച്ചിരിക്കുന്നത്, കനം കുറയാൻ വേണ്ടിയിട്ട്. അവിടെ പണ്ടൊരു തോട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു സംശയം ഉള്ളതുകൊണ്ട് പിന്നെ ഇതിന് എൻ്റെ ചെറുപ്പത്തിൽ 4 നടക്കല്ലുണ്ടായിരുന്നു. എൻ്റെ പിതാവൊക്കെ പറഞ്ഞിട്ടുള്ളത് 8 നടക്കല്ലുണ്ടായിരുന്നു. അവർക്ക് പള്ളിക്കാൻ കാണാനൊക്കത്തില്ല. അവരെ ജനലിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അതെല്ലാം എൻ്റെ മുന്നിൽ തന്നെ 4 താങ്ങുന്നുള്ളത് എനിക്കറിയാം. കാര്യം
ഇതിൻ്റെ മിറ്റം ഞങ്ങൾ തന്നെ പല പ്രാവശ്യം പൊക്കിയിട്ടുണ്ട്. പല പ്രാവശ്യം പൊക്കിയിട്ടുണ്ട്. ചെളി ഇതായതുകൊണ്ട് ഇരിക്കുന്ന ഒരു അല്ല, മുറ്റത്ത് വെള്ളം കെട്ടിക്കിടക്കും. 6ൻ്റെ ലെവലിൽ കൊള്ളു വന്നു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ കൂടുതലാണ്. അപ്പം ഞങ്ങളതിന് വേണ്ടിയിട്ട് പൊക്കി പല പ്രാവശ്യം പൊക്കി. കൂടാതെ ഇപ്പോൾ ഇൻ്റർലോക്ക് കൂടെ ചെയ്തപ്പം പിന്നെയും ഒരു പൊക്കം വന്നു. അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ താഴ്പോയി. ഇപ്പം ഏണ്ട ഒരു സ്റ്റെപ്പൊക്കെ ഉള്ളൂ. എന്നാലേ ഒരു ഗുണം കിട്ടിയത് പള്ളി താഴോട്ട് ഇരുന്നത് ഒരേ ലെവലിലാണ്. അത് കാരണം ഞങ്ങളുടെ ഭിത്തികളൊന്നും പൊട്ടിയിട്ടില്ല. അതൊരു അനുഗ്രഹമാണ്. പിന്നെ ഈ പള്ളിക്കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇത് മൊസൈക്കായിരുന്നു. ഇതിൻ്റെ അകം പൊക്കിയിട്ടുണ്ട്. മൊസൈക്കിൻ്റെ ഫ്ലോർ 2ാമത് സിമെൻറ്റ് ചെയ്ത് അത് ഞാനാണ് ജയിച്ചത്. എനിക്കത് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന മോളിൽ കാണുന്നത് പാട്ടുകാരിരിക്കുന്ന സ്ഥലമാണ്. അതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പണ്ടത്തെ ആ ഇൻസ്ട്രുമെൻ്റൊക്കെ കൊണ്ട് തമ്പേറ്, ഹാർമോണിയം എന്നൊക്കെ പറഞ്ഞ് കാലിന് ചവിട്ടുന്ന ഹാർമോണിയങ്ങളായിരുന്നു. പിന്നെ ഇതൊരു ത്രികോണത്തിലൊരു മണി, കൈമണി. അതേപോലെ തന്നെ ചേട്ടൻ ഓർമ്മയുണ്ട് ഈ ഒരു ഒത്തിരി സിനിമകളൊക്കെ ചിത്രീകരിച്ചു? സിനിമയുടെ സമയത്ത് ഒരു കൈക്കാരനാണ് ഞാൻ. വിനയത്താണ്ടി വരവായെന്ന് പറഞ്ഞൊരു വലിയ പ്രഗത്ഭമായ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത ഒരു സിനിമ അവിടെ വന്ന് ചെയ്തു. അല്ലാതെ തന്നെ പല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിന് കംപ്ലീറ്റ് പള്ളിക്കാൻ വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നെത്തുന്നത്. ഒത്തിരി പുരാതനമായ വസ്തുക്കളുള്ള ഒരു ദേവാലയമാണ് അതല്ലേ? പ്രത്യേകിച്ച് അവിടെ ഒരു തോൽക്കുടം, അതേപോലെ വലിയൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒക്കെ കാണാനിടയായി. പിന്നെ നമ്മൾ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു സ്റ്റെയറൊക്കെ, എന്തൊക്കെയാണ് ഇവിടുത്തെ അത്തരത്തിലുള്ള പുരാതനമായ ഒരു പ്രത്യേകതകൾ? എന്തൊക്കെയാണ് വസ്തുക്കളിൽ? അതായത് പുരാതനമായിട്ടുള്ള ഒന്ന് പ്രധാനപ്പെട്ട കുടമെന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ വീഞ്ഞ് ഇങ്ങനെ പായ്ക്ക് ചെയ്ത കുപ്പികൾ കിട്ടത്തില്ലായിരുന്നു. കൂടുതലായിട്ട് ഉപയോഗത്തിനുള്ള വീഞ്ഞുകൾ വാങ്ങി ഒരു 6 മാസത്തേക്കുള്ള വീഞ്ഞുകൾ വാങ്ങി ഇവിടെ സൂക്ഷിച്ച് വെക്കാം. ചൈനാക്കളെ കൊണ്ടുണ്ടാക്കിയ ആ പാത്രത്തിൽ വലിയ ഭരണിയിലാണ് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ ആ ഭരണി അങ്ങനെ ഉപയോഗിച്ചു. അതിനുശേഷം വീഞ്ഞുകൾ പായ്ക്കേറ്റായിട്ട് കുപ്പികളായിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ കുടത്തിന് ഉപയോഗമില്ല. അതിനുശേഷം നമ്മൾ തൊട്ടിപ്പുറം ഒരു വലിയ പെട്ടി ഉണ്ടായിരുന്നു. പെട്ടി ഇവിടുത്തെ 4 പൂട്ട് എന്ന് പറഞ്ഞൊരു സാധനങ്ങൾ, അതായത് പൊന്നും കുരിശുകൾ, മറ്റ് മാതാവിൻ്റെ ആഭരണങ്ങളെല്ലാം, അങ്ങനെയുള്ള ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. സാധനം അതായത് സൂക്ഷിച്ചിരുന്നു. അത് പിന്നെ പള്ളിമേട പുതുക്കി പണിതപ്പോൾ അത് റൂമിൽ തന്നെ അതിനുള്ള സെറ്റിൽമെൻറ്റൊക്കെ അറകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് ഉപയോഗം കുറയുകയും പിന്നെ ഇവിടുത്തെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സാധനമായിട്ട് അത് മാറ്റി. ഇപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് അത് പോളിഷ് ചെയ്ത് ആളുകൾക്ക് പള്ളിമേടയിൽ സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ തിരുനാളിൻ്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ, അതിൻ്റെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ? തിരുനാളുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എട്ടുനോയമ്പ് തിരുനാളാണ്. എട്ടുനോയമ്പെന്ന് പറയുമ്പോൾ ഈ അടുത്ത പ്രദേശത്തൊക്കെ ഇടവയൊക്കെ തിരിയാതെ ഒത്തിരി അമ്മച്ചിമാർ അതിരാവിലെ മുതൽ സന്ധ്യ വരെ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലിയിട്ട് ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ച് ഇവിടുന്ന് കൊടുക്കും. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അതാത് ദേശങ്ങളിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ എല്ലാം ചെറിയ കുരിശുപള്ളികളൊക്കെ അതിർത്തി തിരിഞ്ഞ ഇടവകളായപ്പോൾ ഇങ്ങനെ ആളുകളുടെ വരവ് പഴയ പോലെ ഇല്ലെങ്കിലും ഈ ഇടവയിലുള്ള 10,000-നടുത്ത വീട്ടിലെ അമ്മച്ചിമാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളി വന്നിരുന്ന് ജപമാല ചൊല്ലി ഉച്ചയ്ക്ക് കഞ്ഞിയും കുടിച്ച് പോകുന്ന രീതിയുണ്ട്. കൂടാതെ മാതാവിൻ്റെ എല്ലാ തിരുനാളുകളും, അമലോത്ഭവ തിരുനാൾ, സ്വർഗ്ഗാരോഹണ തിരുനാൾ, ദർശന തിരുനാൾ, എല്ലാ തിരുനാളുകളും ഇവിടെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം തിരുനാളിൻ്റെ പറയുമ്പോൾ ഈ രാക്കുളി തിരുനാൾ അല്ലെങ്കിൽ ധനകാ തിരുനാൾ എന്ന് പറഞ്ഞ തിരുനാൾ പിന്നെ മണിമല പള്ളി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഇവിടെയാണ്. അതിന് നമ്മൾ രാക്കുളി തിരുനാൾ അല്ലെങ്കിൽ പൂജരാജാക്കന്മാരുടെ തിരുനാൾ. അന്ന് പൂജരാജാക്കന്മാരെ ഉണ്ണീശോയും കൂടെ ജൂക്കോടിലെടുത്ത് തെക്കേ സൈഡിലേക്കുള്ള ആശ്രമ ദേവാലയത്തിലേക്കും കിഴക്കേ തലയ്ക്കിലുള്ള കൊച്ചു കുരിശുപള്ളിയിലേക്കും പ്രദക്ഷിണം നടത്തും. അത് വർഷങ്ങളായിട്ട് നാനാജാതി മതസ്ഥർ ആ പെരുന്നാളിന് പങ്കെടുക്കുന്നു. എട്ടുനോയമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയണം. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത്, അതായത് എട്ടുനോയമ്പ് ദിനമായ 8-ാം തീയതി ഉച്ച കഴിഞ്ഞാൽ ഇവിടെ നേർച്ചയിടാനും പ്രാർത്ഥിക്കാനും വരുന്ന അക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ്. അവർ റോഡിൽ, പള്ളിക്ക് കോമ്പൗണ്ടിൽ പോലില്ല, റോഡിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനെ നേർച്ച നടന്നിട്ട് പോകുന്ന ആളുകളാണ് ഇവിടുത്തെ അക്രൈസ്തവർ.
അപ്പം 8 നോയമ്പ് പെരുന്നാൾ ക്രിസ്ത്യാനിസിന് മാത്രമല്ല അക്രൈസ്തവർക്കും വലിയ വളരെ ഒരു അപ്പോൾ 8 നോമ്പാണ് ഈ പള്ളിയിലൊരു മെയിൻ തിരുനാൾ. അതിന് ശേഷമുള്ള തിരുനാളാണ് പ്രധാന തിരുനാളാണ് രാക്കുളി തിരുനാൾ. അല്ലെങ്കിൽ ഇപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെയൊക്കെ ഡേറ്റുകളൊന്ന് 8 നോയമ്പ് സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ, രാക്കുളി തിരുനാൾ ജനുവരി 6, അതാണ് രാക്കുളി തിരുനാൾ, ദിനകാർ തിരുനാൾ. ഈ രണ്ടുമാണ് പ്രധാന. പിന്നെ ഇവിടെ എല്ലാ വിശുദ്ധരുടെയും യൂദാസ് ലീഗായെ, ലിബറസ് പുണ്യാളിന്, പിന്നെ സബസ്ത്യാനസ് പുണ്യാളിന്, അൽഫോൻസ അമ്മ, അങ്ങനെ ബാക്കി വിശുദ്ധരുടെ എല്ലാ തിരുനാളും ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. മിക്കവാറും കൂടുതൽ ജനങ്ങൾ ജനുവരി 6 അതേപോലെ സെപ്റ്റംബർ 8. ഏറ്റവും കൂടുതൽ വരുന്നത് സെപ്റ്റംബർ 8, പിന്നെ ജനുവരി 6 ദിനകാർ തിരുനാളിന് ഏറ്റവും കൂടുതൽ ആളുകൾ. പുളിങ്കുന്ന് പള്ളി എന്ന് പറയുമ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് സ്ഥാപിതമായ ഒരു പള്ളിയാണ്. അപ്പോൾ ഈ പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ ഈ മഴക്കാലത്തൊക്കെ വെള്ളം പള്ളിയുടെ അകത്തേക്ക് കയറുന്ന ഒരു പ്രതിഭാസമൊക്കെ ഉണ്ടായിരുന്നു. അത് 2018 ശേഷം ഞങ്ങൾ അന്ന് എൻ്റെ ഏകദേശം ഞങ്ങളുടെ ഇത്രയും വെള്ളം പള്ളിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഞങ്ങൾ അതിന് ശേഷം അതുപോലെ ഒരു വെള്ളം വന്നിട്ടില്ല. സാധാരണ ഒരടിയൊക്കെ വെള്ളം വരും. ഞങ്ങളത് മോട്ടർ വെച്ചിട്ടുണ്ട്. ആ വെള്ളം പള്ളിക്കകത്തോട്ടോ അല്ലെങ്കിൽ മുറ്റത്തൊന്നും കാണത്തില്ല. വെള്ളം ഓൾറെഡി എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സാധാരണ പള്ളിയിലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ മറ്റു വഴികളൊക്കെ ബ്ലോക്കാകും, ചിലപ്പം റോഡുമൊക്കെ ബ്ലോക്കാകുന്നുണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. ചില ഏറ്റ സമയത്ത് തന്നെ പുട്ടറാണി ഒരു പ്രത്യേകതയാണ്. നല്ല ഏറ്റം വന്നാലും ചില താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാറുണ്ട്. ഈ 18 വെള്ളം വന്നപ്പോൾ അത് പള്ളിയിലെ ഞങ്ങൾ ഒരു പരിധി വരെ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പള്ളിയിലെ ജീവിതത്തിലെ പിള്ളേർ കുറേ കുഞ്ഞുങ്ങളും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. ചൂരടി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ചൂരടി അച്ഛനുണ്ടായിരുന്നു, ജിസറച്ചൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു. അവർ എല്ലാവർക്കും സഹായങ്ങൾ, ഭക്ഷണങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ എത്തിച്ചു തന്നു. പള്ളിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പള്ളിക്ക് ഒരു കേടുപാടും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നത്തെ പള്ളിക്ക് ഏകദേശം എൻ്റെയൊക്കെ ഓർമ്മ ഒരു 6-8 സ്റ്റെപ്പൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് 12, 14, 16 സ്റ്റെപ്പ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ പള്ളി താന്നെങ്കിലും പള്ളിക്ക് ഒരു കേടുപാടും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു പൊട്ടൽ പോലും ഉണ്ടായിട്ടില്ല. അതാണ് ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഇവിടെ നടക്കുന്ന ഒരു വള്ളംകളിയെ പറ്റി കൂടി കേൾക്കാനായിട്ടൊക്കെ ഇടയായി. അങ്ങനെ ഒരു അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അത് ഞങ്ങൾക്ക് ഇവിടെ ഒരു പുളുങ്ങുന്ന ചുണ്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കരക്കാരുടെ ഒരു വള്ളം ഉണ്ടായിരുന്നു. അത് ഒരുപാട് പഴയ വള്ളമാണ്. ഞങ്ങളുടെ ട്രോഫി പല പ്രാവശ്യം നേടിയിട്ടുള്ളതാണ്. ആ വള്ളം ട്രോഫി നേടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ ആ വള്ളം അത്ര പഴയ വള്ളമാണ്. അത് ചെറുതുമായി വേറെ പുതിയ വള്ളങ്ങൾ, ഓരോരുത്തരും നീളം കൂടിയ വള്ളങ്ങളൊക്കെ ഇറക്കി അതിനത്ര ഇപ്പം കരക്കിരിക്കുക വെള്ളം. ഒരുപാട് കേടുപാടുകളൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ പൊതുവെ എല്ലാവരും വള്ളംകളി പ്രേമികളാണല്ലോ ഇവിടെ പുളുങ്ങുന്നത്, ഈ കുട്ടനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തമായിട്ട് നമുക്കൊരു വള്ളംകളിയുണ്ട്. രാജീവ് ഗാന്ധി ട്രോഫി എന്ന് പറയുന്ന വള്ളംകളിയാണ്. ഇത് ഈ ആറ്റ് നടക്കുന്നത്. നമ്മുടെ വെല്ലുവിളിയിലാണ് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ്. കുരിശുപള്ളിയിൽ നിന്ന് അവിടുന്ന് തുടങ്ങി വെല്ലുവിളിയിലാണ് ഫിനിഷിംഗ് പോയിന്റ്. നടത്തിപ്പൊക്കെ നാട്ടുകാർ തന്നെയാണ്. അതിൻ്റെ ഒരു ടീമിനെ എടുത്തിട്ടുണ്ട്. അവരാണ് അതിൻ്റെ നടത്തിപ്പ് എല്ലാം കാര്യങ്ങൾ. അതൊരു രാജീവ് ഗാന്ധി ഇവിടെ വന്ന ഒരു ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളിങ്ങനെ എല്ലാ വർഷവും നടക്കുന്നത്. നെഹ്റു ട്രോഫിക്ക് ശേഷമാണ് ആ വള്ളങ്ങൾ നടത്തുന്നത്. ഒരു ഓണത്തിനൊക്കെ അടുത്തായിട്ടൊക്കെ വരും ആ വള്ളങ്ങൾ. ഈ വർഷത്തെ ഡേറ്റ് ആയോ? ഈ വർഷം ആയിട്ടുണ്ട്. അതിപ്പം സെപ്റ്റംബർ മാസത്തിലൊക്കെ ആയിരിക്കും. വെള്ളത്തിൻ്റെ ചില ആ സമയത്ത് വെള്ളമൊക്കെ പൊങ്ങുക എന്നാൽ മാറ്റി വെക്കും, അങ്ങോട്ടോ മാറ്റി വെക്കും. അത് അത്രേ ഉള്ളൂ. ഈ പള്ളിക്ക് ഒരു ടീമുണ്ടോ? എങ്ങനെയത്? പള്ളിയുടെ ടീമല്ല, അത് പുളുങ്ങുന്ന കരക്കാരുടെ ഒരു ടീമാണ്. കരക്കാരുടെ ഭൂരിഭാഗം ചിലപ്പോൾ ഇടവക്കാരായിരിക്കും. ഉണ്ട്, പുളുങ്ങുന്ന ഉള്ളവരായിരിക്കും. മറ്റു എല്ലാവരും ഉണ്ട്, എല്ലാ അംഗങ്ങളുണ്ട്. അതിപ്പോൾ എങ്ങനെ നേരത്തെ പരിശീലനം തുടങ്ങുക? അങ്ങനെയൊക്കെ നേരത്തെ പരിശീലനം തുടങ്ങും. അതിൻ്റെ പുളുങ്ങുന്ന വള്ളംകളിക്ക് എപ്പോഴും തുടങ്ങുമ്പം അതിന് ട്രയലുണ്ട്, 1 മാസത്തെ ട്രയലൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിന് പള്ളി നിങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ സഹായിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പള്ളിയിൽ നിന്ന് ഞങ്ങൾ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഭക്ഷണത്തിൻ്റെ അതിൻ്റെ ട്രയലിൻ്റെ സമയത്ത് ഭക്ഷണം കൊടുക്കും. അത് തന്നെ മറ്റുള്ള ഫണ്ട് കൊടുക്കണം. പള്ളിയിൽ നിന്നും കൊടുക്കും, നാട്ടുകാരിൽ നിന്ന് പിരിച്ചാണ് നടത്തുന്നത്. നിങ്ങളുടെ പെരുന്നാൾ സെപ്റ്റംബർ 8 ആണല്ലേ? സെപ്റ്റംബർ 8 തീയതി ഞങ്ങളുടെ 8 മാസമായിരിക്കും ചിലപ്പോൾ വള്ളംകളിയും കയറി വരും. ആ മാസത്തിൽ തന്നെ അങ്ങനെ വരും. സെപ്റ്റംബർ മാസത്തിൽ വരും. പക്ഷേ ചില സമയത്തൊക്കെ വെള്ളമായിരിക്കും. വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം സെപ്റ്റംബർ ഒക്ടോബറിലോട്ടൊക്കെ മാറ്റി അങ്ങനെ മാറി പോകുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ല, അങ്ങനെ ഈ പല ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് എത്തിപ്പെടാനൊരു മാർഗ്ഗം? 2 വഴിക്കൂടെ നമുക്ക് എത്താം. ഒന്ന് ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞാൽ AC റോഡിൽ കൂടെ നിരയെത്താം, ഇവിടെ പുളുങ്ങുന്ന എത്താം. ആലപ്പുഴ വന്നാലും ആലപ്പുഴയിൽ നിന്ന് നമുക്ക് റോഡ് മാർഗ്ഗവും എത്താം, ജലമാർഗ്ഗവും ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആലപ്പുഴ വന്നാലും ബോട്ട് ജെട്ടി ഉണ്ട്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ജലമാർഗ്ഗം ഈ ബോട്ട് പുളുങ്ങുന്ന പള്ളിയുടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് ജെട്ടിയുണ്ട്, ബോട്ട് ജെട്ടിയുണ്ട്, അവിടെ വന്നിരിക്കുക. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജലമാർഗ്ഗം വരാൻ പറ്റത്തില്ല നമുക്ക്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ AC റോഡിൽ കൂടെ വന്ന്
പുളുങ്ങുന്ന നമുക്ക് ഇവിടെ പള്ളിക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് വന്നിറങ്ങിയാൽ പെട്ടെന്ന് നമുക്ക് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് നമുക്ക് AC റോഡ് 2 കിലോമീറ്റർ പള്ളിയുടെ എത്താൻ. ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന പുളിങ്കുന്ന് സെൻറ് മേരീസ് ഫൊറോന പള്ളിയുടെ വിശേഷങ്ങൾ നമ്മളിന്ന് അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച ചർച്ച് വ്ലോഗിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.